വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 3 31 മുതൽ 36 വരെ തിരുവചനങ്ങൾ. ഉന്നതങ്ങളിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ്. അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. അവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു. എങ്കിലും അവൻ്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല. അവൻ്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്നതിന് മുദ്ര വയ്ക്കുന്നു. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. എല്ലാം അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല. കർത്താവിനാല് ഏറ്റവും സ്നേഹിക്കപ്പെട്ട ദൈവജനമേ, കർത്താവ് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളൊക്കെ ആവശ്യമുള്ളതൊക്കെ ചോദിച്ചു, നിങ്ങൾക്കതൊക്കെ തരാം. സാധാരണഗതിയിൽ നമ്മൾ ധ്യാന കേന്ദ്രത്തിലൊക്കെ പോയി അവരുടെ മാധ്യസ്ഥ പ്രാർത്ഥനയുടെ ലിസ്റ്റൊക്കെ എടുത്ത് പരിശോധിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ അപേക്ഷ നിയോഗങ്ങൾ ഒക്കെ എടുത്തൊന്ന് നോക്കിയാൽ കാണാവുന്നൊരു വലിയ രഹസ്യമുണ്ട്. അച്ഛനൊരു 3-4 മാസം ബഥാനിയയിൽ താമസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെ പ്രാർത്ഥനാ നിയോഗങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് വായിച്ചു നോക്കുമായിരുന്നു. അപ്പോൾ അച്ഛന് മനസ്സിലായ ഒരു കാര്യമുണ്ട്. മനുഷ്യരധികവും ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിലെ സുഖത്തെക്കുറിച്ചാണ്. ഈ ലോകത്തിൽ നല്ലൊരു വീട് വേണം, ഒരു വാഹനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, പിന്നെ ഈ ലോകത്തിൽ മകളുടെ കല്യാണം നടക്കണം, ഈ ലോകത്തിൽ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ കിട്ടണം, അങ്ങനെ നീണ്ടു പരീക്ഷയിൽ വിജയിക്കണം, IELTS പാസ്സാകണം. ഇങ്ങനെ രസകരമായ 100 അപേക്ഷകൾ ബഥാനിയയിൽ ആയിരക്കണക്കിന് സമർപ്പിച്ചിരിക്കുന്നത് വായിക്കാനിടയായി. പക്ഷെ എന്നെ ഞെട്ടിച്ചൊരു കാര്യമുണ്ട്. ഒരാൾ പോലും, ആരും തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അവൻ കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടി കുടുംബത്തിൽ എല്ലാവരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് എഴുതി കണ്ടില്ല. ദൈവവചനത്തിൽ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ തരികയില്ലെന്നല്ല, പക്ഷേ ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പം നമുക്കെല്ലാം കർത്താവ് ദാനമായിട്ട് നൽകാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം പരിശുദ്ധാത്മാവാണ്.
ഈ ആത്മാവിനെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വീട്ടിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും സ്വീകരിക്കാൻ സാധിച്ചാൽ പ്രിയപ്പെട്ടവരെ ഒത്തിരി ശാന്തി കിട്ടി. ഇതാണ് നമുക്കെല്ലാവർക്കും വേണ്ടത്. നമുക്കെപ്പോഴും സന്തോഷിക്കാൻ സാധിക്കണമെങ്കിൽ എപ്പോഴും കൂടെ വസിക്കുന്നവനായ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ആ വലിയ അവബോധം എനിക്കും നിങ്ങൾക്കും നമുക്ക് ഓരോരുത്തർക്കും കിട്ടണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ തരണേ, പരിശുദ്ധാത്മാവിനെ തരണേ, പരിശുദ്ധാത്മാവിനെ തരണേ എന്ന് നിരന്തരം നടക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ വീട്ടിൽ പരിശുദ്ധാത്മാവ് വേണം, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വേണം, നമ്മുടെ എല്ലാത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം വേണം. ഭൂമി ആദ്യം രൂപരഹിതമായിരുന്നു എന്ന ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഭൂമി യാതൊരുവിധ ഓർഡറും ക്രമമൊന്നും ഇല്ലാത്തതായിരുന്നു. നമ്മളും ഭൂമിയാണ്, മണ്ണാണ്. ഈ മണ്ണും ഈ പ്രപഞ്ചവുമെല്ലാം ഒരു ക്രമവുമില്ലാതിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ മണ്ണിൻ്റെ മേൽ പൊരുന്നി ആവസിച്ചപ്പോൾ ഇതെല്ലാം രൂപം ഉള്ളതായി, എല്ലാത്തിനും ഭംഗിയുള്ളതായി മാറി. സൃഷ്ടികർമ്മം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവിനെ കിട്ടാൻ നമുക്കെന്നും പ്രാർത്ഥിക്കണം. ഇത് വായിച്ചപ്പോൾ, ഇന്ന് ഈ വചനം വായിച്ചുകൊണ്ടിരുന്നപ്പം കൊച്ചു ത്രേസ്യ പുണ്യാളത്തിയെ മനസ്സിലേക്ക് അറിയാതെ കർത്താവ് കൊണ്ടുവന്നു. ആ പുണ്യവാളത്തിയെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, അതുകൊണ്ടായിരിക്കാം. ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥയും കൂടിയാണ്. കൊച്ചു ത്രേസ്യ പുണ്യാളത്തിക്ക് വലിയ സംശയക്കാരത്തിയായിരുന്നു. അപ്പോൾ സ്വർഗത്തിലും വേണമെങ്കിൽ ഈ അസൂയ അടിയൊക്കെ ഉണ്ടാകാമല്ലോ. കാരണം എന്നാ, അവിടെ ഈ വലിയ പുണ്യാളന്മാരും കൊച്ചു പുണ്യാളത്തികളും ഒക്കെ കാണും. അപ്പം അവർ, ഓ നീ വലിയൊരു പുണ്യാളത്തി വന്നിരിക്കുന്നു, കണ്ടില്ലേ, വലിയ കസേരയൊക്കെ ഇട്ട് ഇരിക്കുന്നു, വേറൊരാൾ ചെറിയ താഴെ ഇരിക്കുന്നു. അങ്ങനെ അവിടെ വേണമെങ്കിൽ ഇങ്ങനെ വലിയ അമ്മ ത്രേസ്യയെ പോലെയോ അല്ലെ വലിയ വലിയ വിശുദ്ധരെ ഒക്കെ ഇരിക്കുന്നു, കൊച്ചു പുണ്യാളത്തി. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് വിഷമം തോന്നാൻ മേലെ എന്ന് അവർക്കൊരു സംശയം. അപ്പം ചേട്ടത്തി അനിയത്തിയും കൂടെ ഈ ആത്മീയ കാര്യങ്ങളൊക്കെ ഒത്തിരി ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്തപ്പോൾ അവർക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു കാര്യം. ദൈവം എപ്പോഴും എല്ലാം നിറച്ചു കൊടുക്കുന്നവനാണ്. നമ്മൾ ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കാനായിട്ട് ഒരാൾ എല്ലാവർക്കും ഇന്ന് വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇവിടെ എഫാത്ത പ്രാർത്ഥന വരുന്നവർക്കെല്ലാം വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട് എന്ന് വിൽസൺ ബ്രദർ വിളിച്ചു പറഞ്ഞു. വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയത് കൊണ്ട് എല്ലാവർക്കും വെളിച്ചെണ്ണ കൊടുക്കുന്നു. അപ്പോൾ ഒരാൾ, ഓ വലിയ വിഷമം, ഇരിക്കട്ടെ, 100ൻ്റെ കുപ്പി അരിഷ്ടം മേടിച്ച് കുടിച്ചാൽ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ഒരാൾ 100ൻ്റെ കുപ്പി എടുത്തുകൊണ്ട് വന്നു. വേറൊരാൾ ഒരു 5 ലിറ്ററിൻ്റെ കന്നാസും കൊണ്ടുവന്നു. വേറൊരാൾ തോട്ടപ്പള്ളിയിൽ നിന്ന് ഞാൻ 1 ലിറ്ററിൻ്റെ കന്നാസും കൊണ്ടുവന്നു. വിൽസൺ പറഞ്ഞു, നിങ്ങൾ കൊണ്ടുപോകുന്നിരിക്കുന്ന കുപ്പികളൊക്കെ നിറച്ച് എടുത്തോളാൻ പറഞ്ഞു. പിന്നെ വേറെ കുപ്പി ഉറക്കാനൊന്നും പോകണ്ട, നിങ്ങൾ കൊണ്ടുവന്ന കുപ്പി ഓരോരുത്തർക്കും നിറച്ചെടുക്കാം എന്ന് പറയുക. അപ്പം നമ്മൾ എന്തു ചെയ്യും? അയ്യോ എന്ന് ചിലപ്പോൾ തോന്നാമെങ്കിലും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മൾ കൊണ്ടുവന്നത് നമ്മുടേത് മുഴുവൻ നിറച്ചു തരും ദൈവം. എൻ്റേത് ചെറിയൊരു 100 ml കൊള്ളുന്ന കുപ്പിയാണെങ്കിൽ അത് നിറച്ചെടുക്കാം. ഇതുപോലെ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ദൈവം സൗജന്യദാനമായിട്ട് നൽകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കുള്ളത് മുഴുവൻ നിറഞ്ഞ് അവിടെ അസൂയപ്പെടേണ്ട പ്രശ്നമില്ല. എനിക്ക് എത്ര എൻ്റെ ജീവിതമാകുന്ന ഈ കൊച്ചു കുപ്പിയിൽ സ്വീകരിക്കാൻ സാധിക്കുമോ അത്രയും സ്വീകരിക്കാം. അളവൊന്നുമില്ല, അവിടെ ഉള്ളത് നിറച്ചു കൊടുക്കും. 5 ലിറ്ററും കൊണ്ട് വന്ന അവന് 5 ലിറ്റർ നിറച്ചു കൊടുക്കും. 100 ml കൊണ്ടുവന്നവന് 100 നിറച്ചു കൊടുക്കും. ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കും. ഓരോരുത്തർക്കും 5 ലിറ്റർ കൊടുത്തേക്കാവുന്നൊന്നുമില്ല. ദൈവം അളന്നല്ല കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്കാർക്കും പരാതിപ്പെടാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഈ സ്വർഗത്തിൽ പോകുന്നതിനെ പറ്റി പണ്ടൊരു കഥ വായിച്ച് ഓർക്കുന്നുണ്ട്. സ്വർഗത്തിൽ പോകുമ്പോൾ പോകാനായിട്ട്
ചെല്ലുമ്പോൾ ഒരു കാര്യം, നമ്മൾ സ്വർഗം തുറക്കാനായിട്ടൊരു താക്കോൽ തരും. അപ്പം നമ്മുടെ ജീവിതമാകുന്ന സഹനത്തിൻ്റെ ഇതെല്ലാം കൂടെ ഉരുക്കി ചേർത്താണ് ഈ താക്കോൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. ഇപ്പോൾ ഒരു കുരിശ്, അപ്പം നമ്മൾ നമ്മുടെ കുരിശ് ചേർത്താണ് ഇത് സ്വർഗം തുറക്കാൻ പറ്റുക എന്ന് പറയും. അവിടെ ചെന്ന് തുറക്കാൻ നോക്കുമ്പോൾ ചെറിയ കുരിശും കൊണ്ടുപോയാൽ തുറന്നു കഴിയുമ്പോൾ ഒരു കുഞ്ഞു വാതിലേ കിടക്കുകയുള്ളൂ, തുറന്നു കിട്ടുകയുള്ളൂ. അപ്പം അതിൻ്റെ അത്ര വലിയ തടിയുള്ളവൻ കയറാൻ നോക്കിയാൽ പറ്റിയാന്നാവും. പക്ഷെ വലിയ കുരിശും കൊണ്ട് ചുവന്നു പോകുന്നതിന് അവന് ഈസി ആയിട്ട് തുറന്ന് അതിൻ്റെ അകത്ത് കയറിപ്പോകാം. ഈ ലോകത്തിൽ കുറച്ച് സഹിച്ച് ഒക്കെ പോകുന്നവന് അവിടെ ചെല്ലുമ്പോൾ ആ വലിയ കുരിശാകുന്ന അതൊക്കെ തുറന്നു കഴിയുമ്പോൾ വളരെ ഈസി ആയിട്ട് ഓടി നടന്ന് കയറി പോകാമെന്നാണ് പറഞ്ഞു. അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ സഹിക്കാൻ തയ്യാറുള്ള ഓരോരുത്തരും ഇവിടെ സ്നേഹപൂർവ്വം കുരിശിൽ ഏറ്റെടുക്കുന്നവന് അവന് സ്വർഗ്ഗം എളുപ്പം തുറക്കാൻ പറ്റും. ഇല്ലാത്തവൻ ചെറിയ കുരിശൊക്കെ ചുവന്ന് ഇവിടെ പോകുന്നവന് അവിടെ ചെല്ലുമ്പോൾ സ്വർഗത്തിൽ കയറാൻ ഇച്ചിരി കാണാം, അകത്തിരുന്ന് കയറാൻ നോക്കുമ്പോൾ എളുപ്പമല്ല. നമ്മളതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ പ്രിയപ്പെട്ടവരെ നമുക്ക് ആത്മാവിനെ അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.